ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ്റെ ഫില്ലിങ് വെച്ചിട്ടുള്ള ഒരു അടുക്ക് പത്തിരിയാണ്. ഈ ഫില്ലിങ്ങിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്ത് കുറച്ച് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഈ മസാല പുരട്ടിയ ചെമ്മീനൊന്ന് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിതിൽ ചേർത്തിരിക്കുന്നത് മുളക് പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയും ഉപ്പുമാണ്. ഇതിനി ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാനിത് പൊരിച്ചെടുക്കാൻ പോകുന്നത്. ഈ അടുക്ക് പത്തിരിയിൽ വേണമെങ്കിൽ നമുക്ക് ചെമ്മീനിന് പകരം ഇറച്ചിയുടെ ഫില്ലിങ്ങോ അല്ലെങ്കിൽ മീനിൻ്റെയൊക്കെ ഫില്ലിങ് വെച്ചും ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു അരമണിക്കൂർ നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ചെമ്മീനൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഒരുപാട് മൊരിയേണ്ട ആവശ്യമൊന്നുമല്ല, ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചെമ്മീനൊക്കെ ഞാനിവിടെ ഒന്ന് പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്നൊന്നും മാറ്റാം. ഈ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഏകദേശം ഒരു 300 ഗ്രാം ചെമ്മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതേ എണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള മസാലയും വഴറ്റുന്നത്. വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് പിന്നെ ഒരല്പം പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനെയും എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതേ എണ്ണയിൽ തന്നെ വഴറ്റുമ്പോൾ ആ ചെമ്മീൻ്റെയൊക്കെ ഒരു ഫ്ലേവറൊക്കെ ഈ മസാലയ്ക്കും കിട്ടും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം മസാലയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വലിയ ജീരകം പൊടിച്ചെടുത്തതാണ്. ഇത് പെരിഞ്ജീരകമാണ്. അതൊരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ പെരിഞ്ജീരകം ചേർക്കുമ്പോൾ ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. എരിവൊക്കെ ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. ഞാൻ ആ ചെമ്മീൻ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരല്പം വലിപ്പമുള്ള ചെമ്മീൻ ആയതുകൊണ്ടാണ് ഞാനങ്ങ് ഒന്ന് പൊടിച്ചെടുത്തത്. തീരെ ചെറിയ പൊടിച്ചെമ്മീനൊക്കെ ആണെങ്കിൽ അങ്ങനെ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരിട്ട് തന്നെ ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലോട്ട് ഇനി ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഈ മസാലയ്ക്ക് ഒരല്പം ഉപ്പ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കുക. ആ സമയത്ത് ഈ അടുക്ക് പത്തിരിക്ക് വേണ്ടിയുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ അടുക്ക് പത്തിരിയുടെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അരി ഞാനിവിടെ കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 4 മണിക്കൂർ നേരം കുതിർത്ത അരിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ്. ജീരകശാല അരി ഉപയോഗിച്ചാൽ ഈ അടുക്ക് പത്തിരി നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതിനി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു കോഴിമുട്ടയാണ്. ഇനി ഇതിലോട്ട് ഈ ബാറ്ററിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 2.5 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഈ അരി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇത് മുഴുവനായിട്ട് ഒഴിച്ചാൽ അരി അങ്ങനെ അരഞ്ഞ് കിട്ടത്തില്ല, അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. ബാക്കി നമ്മൾ അരച്ച് കഴിഞ്ഞിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ആ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് മാവ് ഇരിക്കുന്നത്. ഇപ്പം അടുക്ക് പത്തിരിക്ക് വേണ്ടിയുള്ള ബാറ്ററും അതുപോലെ തന്നെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുത്താൽ മാത്രം മതി. നമ്മൾ ഏത് പാത്രത്തിലാണ് അടുക്ക് പത്തിരി ഉണ്ടാക്കുന്നത് ആ പാത്രം നന്നായിട്ടൊന്ന് എണ്ണമയം പുരട്ടി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിലൊക്കെ പിടിക്കും. ഇനി ഇതിലോട്ടൊന്ന് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് നിരത്തി കൊടുക്കുക. അതിനുശേഷം പാത്രം അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ലെയർ ഒന്ന് ചെറുതായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് അടുത്ത ലെയറിനുള്ള ബാറ്ററും അതുപോലെ തന്നെ ഫില്ലിങ്ങും വെച്ച് കൊടുക്കണം. അതിനുശേഷം പാത്രം അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കണം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഫില്ലിങ് നമ്മൾ റെഡിയാക്കേണ്ടത്. ഇതുപോലെ ബാറ്ററും ഫില്ലിങ്ങും തീരുന്നിടം വരെ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം
പാത്രം അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റെങ്കിലും ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഈ അടുക്ക് പത്തിരി നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. ഇനി പാത്രം അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. തീ കുറച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ടോ ഒന്ന് നമുക്ക് കുത്തി നോക്കാം. ഇത് ക്ലീനായിട്ട് കിട്ടുവാണെങ്കിൽ ഇത് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ പാത്രത്തിൽ നിന്ന് മാറ്റരുത്. ഇത് വെളിയിലോട്ട് എടുത്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുള്ളൂ. ഇത് ചൂടോടുകൂടി നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഷേപ്പിൽ കിട്ടത്തില്ല, അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതിനി ഒന്ന് മുറിച്ച് നോക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കൊണ്ടുള്ള അടുക്ക് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണിത്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മളിതിലങ്ങനെ അധികം എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ, ഇത് സ്റ്റീം ചെയ്തല്ലേ എടുക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ചെമ്മീൻ മാത്രമല്ല മീനോ അല്ലെങ്കിൽ ഇറച്ചി കൊണ്ടുള്ള ഫില്ലിങ് വെച്ചോ ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.